ബിൻസി സെജി ക്വീൻസ് കളക്ഷൻസ് ചേർന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്ലിയറൻസ് സെയിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ആണ്. ഇതിൻ്റെ അത് എല്ലാ ടൈപ്പ് ഓഫ് കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് കളക്ഷനിൽ വരുന്ന കുർത്തീസ് ഉണ്ട്, അതുപോലെ തന്നെ പാനൽ കട്ടിൽ വരുന്ന കുർത്തീസ് ഉണ്ട്. എല്ലാ പാറ്റേണിലും കോട്ടണിലും ജോർജറ്റിലും റിങ്കിൾ റയോണിലും എല്ലാം വരുന്ന കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് കുർത്തി വേണ്ടി ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ഒരു റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി കട്ടിയുള്ള റയോൺ മെറ്റീരിയൽ ഉണ്ട്, പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ്. അതിനകത്ത് ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറിയാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. ഇതുപോലെയാണ്, നല്ല ഹെവി ആയിട്ടാണ്. ഫുൾ കുർത്തിയും ഈ സെയിം തന്നെ വർക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. സ്ലീവിലും സെയിം തന്നെയാണ്, ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയിഡറിയാണ്. ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. റെഗുലർ യൂസ് ആയിട്ട് ഒക്കെ വെയർ ചെയ്യാം. പിന്നെ ഈ റെഡ് കളർ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും കേട്ടോ. നേരിൽ കാണുമ്പോൾ അത്രയും ഉണ്ടാവില്ല. വീഡിയോയിൽ എപ്പോഴും റെഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് വരാറുള്ളത്. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 45-46 ഇഞ്ച് ആ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 399. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമുക്ക് ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇത് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് എല്ലാം ചെയ്ത് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ താഴെയും കട്ട് വർക്ക് വന്നിട്ടുണ്ട്. സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന കട്ട് വർക്ക്. സെയിം തന്നെ ഹെമ്മേരിയയിലേക്കും കൂടി വന്നിട്ടുണ്ട്. സ്ലീവിലും മെഷീൻ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വർക്ക് വന്നിരിക്കുന്നതാണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46 ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂണിക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിറേഴ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ കട്ടിങ് കൊടുത്തിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്രോക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജും XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ ഫ്രോക്ക് മോഡൽ വെയർ ചെയ്യാൻ പാകത്തിനുള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ബൂട്ട വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ 2 ലെയർഡ് ആയിട്ട് വരുന്ന ഫ്രോക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ നല്ല ഫ്ലെയറിലാണ്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വരുമ്പോൾ വീനക്കാണ്. നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇതും ക്രിസ്മസ് കളക്ഷൻ ആയിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇതെല്ലാം തന്നെ ഒരു ക്ലിയറൻസ് സെയിൽ റേറ്റിലാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തീസ് ആണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും റയോൺ ആണ്. ഇതും പ്രീമിയം ക്വാളിറ്റി റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റിൻ്റെയും അതുപോലെ തന്നെ റെഡിൻ്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഈ യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. അതൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഫ്ലെയറിലാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. സൈഡ് പോർഷനിലേക്ക് എലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും എലൈൻ തന്നെയാണ് കേട്ടോ. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലും നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന ഈ സെയിം തന്നെ ഒരു ലേസ് വർക്ക് പോലത്തെ നമ്മുടെ നെറ്റിൻ്റെ ഒക്കെ ഒരു പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ അതുപോലെ തന്നെ ഈ കുർത്തി വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വരുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ജാക്കറ്റ് മോഡലിൽ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ഇതും ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും റെഡിൻ്റെയും അതുപോലെ തന്നെ വൈറ്റിൻ്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ. നെക്ക് വരുമ്പോൾ ഹൈ നെക്കാണ്. ഇൻസൈഡ് പോർഷനിൽ കുർത്തി വന്നിരിക്കുന്നത് യൂണിക് പാറ്റേണിലാണ്. അറ്റാച്ച്ഡ് ജാക്കറ്റ് ആണ്. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ പോർഷനിൽ ഡോറി കൊടുത്തിട്ടുണ്ട്. എ ലൈനിലാണ്. ഹെമ്മേരിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നത്. ക്രീപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ XLും XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. റിങ്കിൾ റയോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയലാണ്. വിത്ത് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂണിക്കാണ്. ഈ ഓപ്പോഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ബീഡ്സ് വർക്ക് ആണ്. സെയിം കളർ ടോണിൽ വന്നിരിക്കുന്ന ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ എ ലൈനിലാണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ, അതല്ലാണ്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും.
ഏതൊരു ഒക്കേഷൻ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 599. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മറൂൺ റെഡ് ആണ്, പ്യുവർ റെഡ് അല്ല കേട്ടോ, ഭയങ്കരമായ റെഡ് അല്ല, മറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. ഇതും ക്രിസ്മസിന് മാത്രമല്ല എല്ലാ ഒക്കേഷനും നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂണിക്കാണ്. ഈ ഓപ്പോഷനിൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മെഷീൻ എംബ്രോയിഡറി ആണ്. ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് സെയിം കളർ ടോൺ വരുന്ന സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ് അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് വരുമ്പോഴത്തേക്കും ഒരു നമ്മുടെ എൽബോ ലെങ്ത്തിൽ വന്നിരിക്കുന്ന സ്ലീവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 670. അടുത്ത കുർത്തി വേണ്ടി ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഫുള്ളായിട്ട് സെൽഫായിട്ട് വരുന്ന വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. സെൽഫായിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് വരുമ്പോഴത്തേക്കും വീനെക്കാണ്. താഴേക്ക് വരുമ്പോൾ എ ലൈനിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല ഏതൊരു ഒക്കേഷന് വേണമെങ്കിലും വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബിഗ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. മീഡിയം ടു 4XL വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സൈസസും അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഇത് റെഡ് വരുമ്പോഴത്തേക്കും കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും കേട്ടോ. നേരെ കാണുമ്പോൾ അത്രയും ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡിലാണ്. ഇതുപോലെയുണ്ട്. ക്രിസ്മസ് കളക്ഷനായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. സെൽഫായിട്ട് വരുന്ന ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് മെറ്റീരിയലിൽ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പാറ്റേണിലൊക്കെ വരുന്ന ആ ഒരു സെൽഫ് ത്രെഡാണ് വന്നിരിക്കുന്നത്. ഇതും സെയിം തന്നെയാണ്. ഏലിയൻ പാറ്റേണിൽ സിമ്പിൾ ആയിട്ടാണ് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൽ, ഡബിൾ എക്സൽ, 3XL, 4XL ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്ലസ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ഇതൊരു ഫീഡിങ് കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്ക് ആണ്. സെൻറ്റർ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഡോറീസ് വരുന്നുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് അത് ഫ്രണ്ട് പോർഷനിൽ തന്നെ ടൈ ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 സൈഡ്സിലും ഹിഡൻ സിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. ഒരു ഫ്രോക്കായിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്ത് ഈ കുർത്തി ഫുള്ളായിട്ട് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജും എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ്. മെറ്റീരിയൽ റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. കളറിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളൂ. ഇതും ഫീഡിംഗ് കുർത്തി തന്നെയാണ്. 2 സൈഡ്സിലായിട്ട് ഹിഡൻ സിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഡോറി ഉണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജും ഡബിൾ എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ അതൊരു യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു അജ്രക് പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ്. ഇത് വീഡിയോയിൽ വരുമ്പോൾ കുറച്ച് തെളിച്ചം കൂടല്ലേക്ക് നേരെ കാണുമ്പോൾ അത്രയും തെളിച്ചുണ്ടാവും കേട്ടോ. നമ്മുടെ അജ്രക് മെറ്റീരിയലൊക്കെ കാണുന്ന പോലെ കുറച്ച് ലൈറ്റായിട്ട് നിൽക്കുന്ന ഷെയ്ഡിലായിരിക്കും കേട്ടോ വരുന്നത്. ഇതുപോലെയാണ്. ഈ ഓപ്പോഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇതും പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ്. കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോൾ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. ഒരു പിങ്കിന്റെയും അതുപോലെ തന്നെ ഗ്രേ പോയിന്റിന്റെയും മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂണിക്കാണ്. ഈ ഓപ്പോഷനിൽ വരുമ്പോൾ ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വരുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇതൊരു കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്കിന്റെയും ബ്ലൂവിന്റെയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിന്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് 3/4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്.
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 450. അടുത്ത കുർത്തി വന്നിട്ട് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു മറൂൺ ടു ഗ്രേ കോയിൻ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളറിൽ വരുന്ന സിഗ്സാഗിന്റെ ഡിസൈൻ ഉണ്ട്. അത് ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് പോയിരിക്കുന്നത്. പ്രിന്റ് അല്ല കേട്ടോ, ത്രെഡാണ്. നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കേട്ടോ. ഇതുപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. അത് പ്ലസ് സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 520. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതാണ് ബേസ് കളർ ഒരു ബ്രൗൺ ആണ്. ബ്രൗണിൻ്റെ അത് യെല്ലോൻ്റെയും അതുപോലെ തന്നെ ഒരു റെഡിൻ്റെയും കളറിൽ വരുന്ന സിക്സാക് ഡിസൈൻ ആണ് പോയിരിക്കുന്നത്. നെക്ക് ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് ഉണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജും എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 480. അടുത്ത കുർത്തി വന്നിട്ട് ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്യുർ കോട്ടൺ ആണ്. അജ്രക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുന്നത് ഒരു മറൂണിഷ് റെഡ്, ബ്രിക്ക് റെഡിന്റെയും മറൂണിന്റെയും കൂടി ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ബ്ലൂ കളറിലും ഓഫ് വൈറ്റ് കളറിലും വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 480. അടുത്ത കുർത്തി വന്നിട്ട് ഇത് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു ഒലീവ് ഗ്രീൻ്റെയും മസ്റ്റേർഡ് യെല്ലോൻ്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളറാണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. നെക്ക് വരുമ്പോൾ യൂനെക്കാണ്. ഈ ഓപ്പോഷൻ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജും എക്സലും ഡബിൾ എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് പാനൽ കട്ട് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ആഷിന്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് വൈറ്റ് ആണ്. വൈറ്റിന്റെ അതൊരു സിഗ്സാഗ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആഷിന്റെയും ബ്ലാക്കിന്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലെയറിലാണ്. പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് വരുമ്പോൾ ഹൈ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഇതുപോലെയാണ് നെക്ക് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. വൺ സൈഡ് കൺസെപ്റ്റിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. അത്യാവശ്യം ലെങ്ത് ഒക്കെയാണ്. സിക്സാഗിന്റെ ആ ഒരു പ്രിന്റ് നമ്മുടെ ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രിന്റിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വരുന്നത് 760. ഇതെല്ലാം തന്നെ നമ്മൾ ഒരു 900 എബോ റേറ്റിൽ വന്നിരുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതും പാനൽ കട്ട് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വലിയൊരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ബോഡിയിലേക്ക് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ദുപ്പട്ടയും കൂടി പെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. വൺ സൈഡ് കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 840. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ റിവേഴ്സ് പ്രിന്റ് ആണ് കേട്ടോ. കളർ എല്ലാം സെയിം തന്നെയാണ്. പ്രിന്റിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന ആ പ്രിന്റ് ആണ്. ബോഡിയിലേക്ക് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാനൽ കട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോൾ ഗ്രീൻ ആണ് കേട്ടോ. വീഡിയോയിൽ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യാനാണ് ചാൻസ്. ബ്ലൂ അല്ല, ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. താഴേക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇതുപോലെ തന്നെ ദുപ്പട്ട പെയർ ചെയ്യുന്നുണ്ട്. സെയിം നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഇതുപോലെയാണ് വൺ സൈഡ് കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 840. അടുത്ത കുർത്തി വന്നിട്ട് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അജ്രക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയലാണ്. നെക്ക് യൂനെക്കാണ്ട് യോക്ക് പോർഷനിൽ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ വരുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ അജ്രക്കിന്റെ പ്രിന്റ് ആണ് കേട്ടോ. ഇതാണ്
നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റിനാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വരുന്നത് 620, 620. അടുത്ത കുർത്തി വന്നിട്ട് പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കലങ്കാരി പാറ്റേണിൽ വന്നിരിക്കുന്ന ആ കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ്. എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂണിക് ആണ്. യോക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബ്രിക്ക് റെഡ് കളറിൽ വന്നിരിക്കുന്ന കോട്ടൺ സ്ലബ് മെറ്റീരിയലിൻ്റെ അത് ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ കോട്ടൺ ആണ്, കലങ്കാരിയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരും. സ്ലീവ് വന്നിരിക്കുന്നത് 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലും നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650, 650. അടുത്ത കുർത്തി വേണ്ടി നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളറിൽ മാത്രമാണ് ചേഞ്ച് വന്നുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു ചിക്കു കളർ മെറ്റീരിയലാണ്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോഡി പോർഷനിലേക്ക് കലങ്കാരി പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും സ്ലീവിൻ്റെ എൻ പോർഷനിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650, 650. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും ഈ ഓപ്പോഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിലും ഗ്രീനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന കലങ്കാരി പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞേണ്ട സെയിം തന്നെയാണ്. ഇതുപോലെ വരും. സ്ലീവും ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും. ഇതിൻ്റെ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650, 650. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ക്ലിയറൻസ് സെയിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസ് ആയിരുന്നു. ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ഉണ്ട്. നമുക്ക് ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വേറെ ചെയ്യാൻ പാകത്തിലുള്ള കുർത്തീസ് ഉണ്ട്. അതുപോലെ തന്നെ പാനൽ കട്ട് വരുന്നുണ്ട്, കലങ്കാരി മെറ്റീരിയൽ വരുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് അതും നല്ലൊരു ക്ലിയറൻസ് സെയിലിൽ തന്നെയാണ്. റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇത് വെബ്സൈറ്റിൽ ഉണ്ടാവില്ല, വാട്സപ്പ് ത്രൂ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏത് കുർത്തീസ് ആണെങ്കിലും ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യട്ടോ. അതിന് ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.